നമസ്കാരം. 2025 IPL സീസൺ ചെന്നൈ സൂപ്പർ കിങ്സ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമായി മാറുകയാണ്. ചെന്നൈയുടെ ചരിത്രത്തിലെ ഏറ്റവും നിരാശാജനകമായ സീസണുകളിലൊന്നാണ് കടന്നുപോയത്. IPL താരലേലത്തിലടക്കം വലിയ രീതിയിൽ പിഴവുകൾ ചെന്നൈക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ത് പഠിക്കുമെന്നും എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് ആരാധകരേവരും ഉറ്റുനോക്കുന്നു. ചെന്നൈക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. എന്നാൽ എളുപ്പമാക്കാൻ സാധിക്കുന്ന ഒരുപാട് വഴികൾ ചെന്നൈക്ക് ഈ ടീമിലുണ്ടെന്നാണ് ആരാധകരടക്കം പറയുന്നത്. ചെന്നൈക്ക് ഈ സീസണിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം റീപ്ലേസ്മെന്റ് താരങ്ങൾ തന്നെയാണ്. റീപ്ലേസ്മെന്റായി ടീമിലേക്ക് എത്തിയ എല്ലാ താരങ്ങളും ഒന്നിലധികം മെച്ചമാണ്. അതുകൊണ്ട് റീപ്ലേസ് ചെയ്ത താരങ്ങളെല്ലാം തന്നെ ചെന്നൈക്കൊപ്പം അടുത്ത വർഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉറപ്പിക്കാൻ സാധിക്കുന്നത്. ചെന്നൈയുടെ പ്ലേയിങ് ലെവലിൽ ഏറ്റവും കൂടുതൽ പിഴവുകൾ സംഭവിച്ചത് ടോപ്പ് ഓർഡറിൽ തന്നെയാണ്. ഋതുരാജ് ഗെയ്ക്വാഡിന്റെ ഫോമില്ലായ്മയും പരിക്കും ചെന്നൈയെ പ്രതികൂലമായി ബാധിച്ചു. അതോടൊപ്പം റച്ചിൻ രവീന്ദ്രയും ഡെവൻ കോൺവേയും ടീമിന് ബാധ്യതയായി. അതോടൊപ്പം IPL ഒരു കാലത്തും പ്രൂവ് ചെയ്തിട്ടില്ലാത്ത രണ്ട് താരങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഓഫറാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വെച്ചത്. അത് CSKയുടെ പ്ലേയിങ് ലെവലിലെ സ്ഥിര സാന്നിധ്യമാണ്. വിജയ് ശങ്കറിനോ ദീപക് ഹുഡയ്ക്കോ മറ്റൊരു ടീമിൽ ചെന്നാലും പ്ലേയിങ് ലെവലിൽ സ്ഥിര സാന്നിധ്യം കിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ടീമും ഒരുപക്ഷെ കളിപ്പിക്കാൻ പോലും താല്പര്യപ്പെടില്ല. എന്നാൽ വേണ്ട പോലെ അവസരങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സ് വാരിക്കോരി ഇരു താരങ്ങൾക്ക് നൽകി. എന്നാൽ നിരാശ മാത്രമായിരുന്നു ഫലം. എന്നാൽ രാഹുൽ ത്രിപാഠിയെ കാര്യമായ ആരാധകരൊന്നും പറഞ്ഞില്ല. കാരണം ഇന്നും IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ അൺക്യാപ്ഡ് താരം എന്ന റെക്കോർഡ് ത്രിപാഠിയുടെ പേരിലാണ്. ത്രിപാഠിക്ക് പറ്റിയ സീസൺ ഏതൊരു താരത്തിനും സംഭവിക്കാം. അതുകൊണ്ട് ത്രിപാഠിക്ക് അപ്പുറം ചെന്നൈ സൂപ്പർ കിങ്സിനെ നിരാശപ്പെടുത്തിയവർ ഏറെയാണ്. എന്നാൽ പകരമെത്തിയ താരങ്ങൾ ചെന്നൈക്ക് ഒരു ലോട്ടറി തന്നെയാകുന്നുണ്ട്. വരും സീസണിലെ ചെന്നൈയുടെ പ്ലേയിങ് ലെവനും തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ ശക്തി പകരാൻ പോകുന്നത്. ആയുഷ് മാത്രേ, ഋതുരാജ് ഗെയ്ക്വാഡ്, ഉർവിൽ പട്ടേൽ, ഡിവോൾഡ് ബ്രേവിസ്, ശിവം ദുബെ. ചെന്നൈയുടെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം ഈ ഒരു 4 പേരെ കൊണ്ട് അവസാനിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം മധ്യനിരയിൽ കളിക്കാൻ പറ്റുന്ന ഒരു മധ്യനിര വിക്കറ്റ് കീപ്പർ താരത്തെ കൂടെ ചെന്നൈക്ക് ലഭിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാകും. MS ധോണിയുടെ ഭാവി തന്നെയാണ് ചെന്നൈയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. ധോണി അടുത്ത സീസൺ കൂടെ കളിക്കുകയാണെങ്കിൽ ചെന്നൈക്ക് എങ്ങനെ ടീമിനെ കൊണ്ടുപോകണമെന്ന് അറിയാത്ത സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. ധോണി എന്ന താരത്തിനപ്പുറം ചെന്നൈ ചിന്തിക്കേണ്ട കാലങ്ങൾ ഒരുപാട് പിന്നിലാണ്. 2020-21 കാലയളവിലാണ് ധോണിയുടെ ക്യാപ്റ്റൻസിയും ധോണിയുടെ പ്ലേയിങ് ലെവലിലെ സ്ഥാനവും ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ട സമയം. ആ സമയത്ത് ഡെഫിനറ്റ്ലി നോട്ട് എന്ന് ധോണി പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് വന്ന ഓരോ സീസണുകളിലും ചെന്നൈയുടെ പ്രകടനം ഏറ്റവും കൂടുതൽ ആരാധകരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഒരു കാലത്ത് ചെന്നൈയെ തൊടാൻ മടിച്ച ടീമുകളെല്ലാം ഇന്ന് ചെന്നൈ ഒരു കോമഡി പീസായി കാണുന്ന സാഹചര്യം വരെ IPL ഉണ്ട്. മാറി മാറി പല ടീമുകളും ചെന്നൈയെ ഇതിനോടകം തന്നെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. 2025 സീസണാണ് ചെന്നൈ ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ കൈവിട്ട സീസൺ. അതുകൊണ്ട് ധോണിക്കപ്പുറം, ജഡേജയ്ക്കപ്പുറം, അശ്വിനപ്പുറം എന്നീ സൂപ്പർ താരങ്ങൾക്കപ്പുറം ചെന്നൈ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. അവിടെയാണ് ആയുഷ് മാത്രയും, ഡിവോൾഡ് ബ്രേവിസും, ഉർവിൽ പട്ടേലും, അൻഷുൽ കമ്പോഞ്ചും, നൂർ അഹമ്മദുമെല്ലാം പ്രതീക്ഷയുടെ മറ്റൊരു മുഖമായി മാറുന്നത്. ഡിവോൾഡ് ബ്രേവിസൊക്കെ പകരക്കാരായി എത്തിച്ചിട്ടും അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. അതേസമയം അൻഷുൽ കമ്പോഞ്ച് അടക്കമുള്ള ഇമ്പാക്ട് താരങ്ങളെ ചെന്നൈക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് പറയാം. ഖലീൽ അഹമ്മദും മോശമാക്കിയില്ല. പതിരണയ്ക്ക് ഇനിയും സമയം വേണം. പതിരണയെ പോലൊരു താരത്തെ താരലേലത്തിൽ വിട്ടുകഴിഞ്ഞാൽ ചെന്നൈക്ക് പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ എക്സ്പെൻസീവ് ബൈയായി മാറും. അതുകൊണ്ട് ചെന്നൈ എല്ലാം കൊണ്ടും അറിഞ്ഞു കണ്ടേ അടുത്ത ഓപ്ഷന് വേണ്ടി തയ്യാറെടുക്കും. ചെന്നൈ അങ്ങനെ വമ്പൻ താരങ്ങൾക്ക് വേണ്ടി അധികം പണം ചെലവഴിച്ച ചരിത്രങ്ങളില്ല. എന്നാൽ ചെലവഴിച്ചപ്പോഴൊക്കെ അതൊരു മികച്ച ഇൻവെസ്റ്റ്മെന്റായി മാറിയിട്ടുമുണ്ട്. 2026 IPL ഏറ്റവും പ്രതീക്ഷയാർന്ന ടീം ചെന്നൈ തന്നെയാണ്. അതിന് ഒരുപിടി യുവതാരങ്ങളാണ് ചെന്നൈയുടെ പക്കലുള്ളത്. എവിടെ ചെന്നൈ തുടങ്ങിയോ അവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഇനി പുതിയൊരു ആരംഭം തന്നെയാണ്. ധോണി യുഗത്തിനപ്പുറം ചെന്നൈ ആഘോഷിക്കാൻ പോകുന്ന ഒരു കാലം. എന്നാൽ സഞ്ജു സാംസൺ, KL രാഹുൽ, ഋഷഭ് പന്ത് എന്നീ 3 താരങ്ങളെ പോലെയുള്ള
ഒരു താരത്തെയാണ് മധ്യനിരയിൽ ചെന്നൈക്ക് ആവശ്യമായുള്ളത്. ധോണിയുടെ പിൻതലമുറക്കാരനെന്ന വിക്കറ്റ് കീപ്പറെ ചെന്നൈ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ടീമിൽ അവിടെ ഇവിടെ ചില കീപ്പർമാരുണ്ടെങ്കിലും ധോണിയോളം വരുമോ അവരാരുമെന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. സഞ്ജു സാംസന്റെ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഋഷഭ് പന്തിനും സാധ്യതകളുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാൾ കൂടി ചെന്നൈ ടീമിലേക്ക് എത്തുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുന്നല്ല, ചെന്നൈ വീണ്ടും അൺടച്ചബിൾ സ്ക്വാഡായി മാറുമെന്ന് തന്നെയാണ്. ജഡേജയ്ക്ക് പകരം ഒരു യുവ ഓൾറൗണ്ടറും ഒരു മികച്ച സ്പിന്നറുമാണ് ഇപ്പോൾ ചെന്നൈക്ക് ആവശ്യമായുള്ളത്. ബാക്കി എല്ലാ എലമെന്റ്സും ചെന്നൈ ലൈനപ്പിൽ തന്നെയുണ്ട്. ചെന്നൈ ആരാധകർക്ക് ഈ സീസൺ നിരാശയായിരുന്നെങ്കിലും വരുന്ന സീസൺ എല്ലാം സ്വപ്ന തുല്യമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം അറിയാലോ, ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്, കളി മറക്കുന്ന ടീമുമല്ല. Subscribe to One India and never miss an update.